ഹലോ ഫ്രണ്ട്സ്, നോട്ട് ജെ എസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഈ വീഡിയോ പഠിക്കുന്നത് നോട്ട് ജെ എസിൽ നിന്നുകൊണ്ട് നമുക്ക് MySQL ഡാറ്റാബേസ് കണക്ട് ചെയ്ത് എങ്ങനെയാണ് ഡാറ്റ എടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഒന്നിൽ നിങ്ങൾ ഈ എക്സാമ്പിൾ നമ്മൾ റൺ ചെയ്തിട്ട് അപ്പാച്ചയും അതുപോലെ തന്നെ MySQL സർവീസ് രണ്ടും റൺ ചെയ്യണം. അല്ലെങ്കിൽ MySQL സെർവർ റൺ ചെയ്തിരിക്കണം. ആദ്യം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് MySQL മൊഡ്യൂളാണ്. ഇവിടെ നമ്മൾ കോൺസ്റ്റ് MySQL ഈക്വൽസ് റിക്വയർ പറയുക. ഇവിടെ നമ്മൾ MySQL എന്ന് പറയണം. അതിനുശേഷം കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാം. കോൺസ്റ്റ് കണക്ഷൻ ഈക്വൽ MySQL ഡോട്ട് ക്രിയേറ്റ് കണക്ഷൻ എന്ന് പറയുക. ഇവിടെ നമ്മൾ ഹോസ്റ്റ് നെയിം പറയണം. ഹോസ്റ്റ് അത് നമ്മൾ ലോക്കൽ ഹോസ്റ്റ് എന്ന് പറഞ്ഞാൽ മതി. അടുത്തത് യൂസർ നെയിം പറയണം. നമ്മൾ ഒരു യൂസറെ ക്രിയേറ്റ് ചെയ്തിട്ട് ആ യൂസർ നെയിം പറയും. ഇവിടെ ഞാൻ അഡ്മിൻ എന്നുള്ളൊരു യൂസറെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അടുത്തത് പാസ്വേഡാണ്. ഇവിടെ ഞാൻ അഡ്മിൻ 123 ആണ് പാസ്വേഡ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്ന പാസ്വേഡ് ഏതാണ് അത് കൊടുക്കുക. ഇനി ഏത് ഡാറ്റാബേസാണ് സെലക്ട് ചെയ്യുന്നത് അതിൻ്റെ പേര് ഇവിടെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്ത് ഒരു ടേബിളും ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കണം. നമ്മൾ ഡാറ്റാബേസ് എന്ന് പറയുക. ഞാൻ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഡാറ്റാബേസ് MyDB എന്നാണ്. സോ ഇത്രയും കാര്യങ്ങൾ വേണം ഈ ക്രിയേറ്റ് കണക്ഷനകത്ത് പറയാം. ഇനി നമുക്ക് കണക്ഷൻ ഡോട്ട് കണക്റ്റ് എന്ന് പറയുക. ഇതിനകത്ത് നമുക്ക് കോൾ ബാക്കാണ് പറയേണ്ടത്. അപ്പോൾ എറർ ആണെങ്കിൽ നമുക്ക് കോൾ ബാക്കിനകത്ത് എറർ എന്നുള്ളൊരു പാരാമീറ്റർ പറയണം. എറർ ആണെങ്കിൽ ത്രോ എറർ എന്ന് പറയുക. അല്ലെങ്കിൽ എന്താ നമുക്ക് പറയാം കൺസോൾ ഡോട്ട് ലോഗ് കണക്റ്റഡ് ടു MySQL എന്ന് പറയാം. നമ്മൾ MySQL സെർവറിൽ നിന്ന് നമ്മൾ ഡാറ്റ ഫെച്ച് ചെയ്യലാണ് അടുത്തത്. എന്നിട്ട് നമുക്ക് ഈ കണക്ഷൻ ഒബ്ജക്റ്റ് ഉപയോഗിക്കാം. കണക്ഷൻ ഡോട്ട് ക്വറി എന്ന് പറയുക. ക്വറിക്കകത്ത് ആദ്യത്തെ പാരാമീറ്റർ SQL ആണ്. നമുക്ക് ഏത് ക്വറിയാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് അത് പറയും. ഇവിടെ നമ്മൾ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയി. ഞാൻ MyDBക്കകത്തുള്ള എൻ്റെ ടേബിളിൻ്റെ പേര് എംപ്ലോയി എന്നാണ്. രണ്ടാമത്തെ പാരാമീറ്ററായിട്ട് ഒരു കോൾ ബാക്ക് ഫംഗ്ഷനാണ് പറയുന്നത്. അത് നമുക്കൊരു ആരോ ഫംഗ്ഷനായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമുക്ക് 3 പാരാമീറ്റർ ഉണ്ട്. ഒന്ന് എറർ, ഒന്ന് ഫീൽഡ്സ്, ഒന്ന് റിസൾട്ട്. നമുക്കിപ്പം എററും റിസൾട്ടും മതി. എറർ കിട്ടുന്നെങ്കിൽ എറർ ത്രോ ചെയ്യാം. ഇഫ് ERR ദെൻ ത്രോ ERR. അല്ലെങ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് കൺസോളിലോട്ട് അതിൻ്റെ റിസൾട്ട് പ്രിന്റ് ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് റിസൾട്ട് എന്ന് പറയാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ പുതിയ ടെർമിനൽ എടുക്കുക. നോഡ് MySQL ഡോട്ട് JS എന്ന് കൊടുത്തിട്ട് റൺ ചെയ്യാം. നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കാം. കണ്ടല്ലോ, നമ്മുടെ റോ ഡാറ്റ പാക്കറ്റ് എന്ന് പറഞ്ഞ് അതിനകത്തുള്ള റെക്കോർഡ് വന്നിട്ടുണ്ട്.